ഇതാണ് മഞ്ജുനാട്. വഞ്ചിനാടോ? അത് ട്രെയിനല്ലേ? വഞ്ചിനാടല്ല, മഞ്ജുനാട്. ഈ നാടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മഞ്ജു വാര്യർ സിനിമയിൽ ചെയ്ത ഒട്ടുമിക്ക കഥാപാത്രങ്ങളും അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരുമായി സാമ്യമുണ്ട്. മനസ്സിലായില്ല. ഓ, മനസ്സിലായ കാര്യം മനസ്സിലാവാതെ പോയാ മനസ്സിലായ കാര്യം കൂടെ മനസ്സിലാവാതെ വരും. മനസ്സിലായോ? മനസ്സിലായി. സോങ്ങിന് റൈറ്റ്സ് ഇല്ലല്ലേ? അതെങ്ങനെ മനസ്സിലായി? വേട്ടയന്റെ പാട്ട് വേട്ടാവളിനെ പോലെ ചുമ്മാ നടന്ന് ചാടണ്ടപ്പോ മനസ്സിലായി. സാറിന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളതല്ലേ, പിന്നെ എന്തിനു സാറേ ഈ മഞ്ജുനാട്ടിൽ സ്ഥലം വാങ്ങണത്? എന്തിനാണെന്നോ, എന്നും എപ്പോഴും കണ്ണെഴുതി പൊട്ടും തൊട്ട് ലളിതം സുന്ദരമായി നിൽക്കുന്ന എന്റെ ആയിഷയ്ക്ക്, എന്റെ ആമിക്ക്. മാമിക്കോ? മാമിക്കല്ല, എന്റെ ആമിക്ക് ഒരു തൂവൽ കൊട്ടാരം പോലത്തെ കളിവീട് സമ്മാനം കൊടുത്ത് ദില്ലിവാല രാജകുമാരനെ പോലെ എന്റെ പ്രണയവർണ്ണങ്ങൾ അവളെ അറിയിക്കണം. സാറ് ഇരട്ട കുട്ടികളുടെ അച്ഛനാണ്? അതെ, റാണി പത്മിനി. എങ്ങനെ മനസ്സിലായി? മഞ്ജു ചേച്ചിയുടെ സിനിമകളുടെ പേരുകൾ വെച്ച് അലക്കുന്നുണ്ടപ്പോ മനസ്സിലായി. നിന്റെ കളിയാട്ടം ഒത്തിരി കൂടുന്നുണ്ടേ. സാറ് എന്നെ പോലെ തന്നെ മഞ്ജു ചേച്ചിയുടെ ഫാൻ ആണല്ലേ? അതെ, ആരാടാ മഞ്ജു ചേച്ചിയുടെ ഫാൻ അല്ലാത്തത്? അങ്ങനെയാണെങ്കിൽ സാർ ഇവിടുന്ന് സ്ഥലം മേടിക്കുന്നതാണ് നല്ലത്. സുവി സുവന്നല സുവന്നലാല സുവാനി പാടരമ്മ രാമലാല ആസു. സുഭാഷ് ആണോ? പറഞ്ഞോ. സാറ് സ്ഥലം എങ്ങനെ ഉണ്ടോ നോക്കിയോ, ഞാൻ ഇപ്പൊ വരാം. ആരാ ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനിവിടെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നതാ. സ്ഥലം മേടിക്കാൻ വരാൻ ഇത് പൊതുവഴിയല്ല. നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? സത്യം, ആ ശ്രീത്വം വിളമ്പുന്ന മുഖം, വാക്കിലും നോക്കിലും അനുഭവപ്പെടുന്ന ആ ദൈവീക ഭാവം. അതെ, ഇതൊക്കെ എന്നോടല്ലേ പറയേണ്ടത്, അങ്ങോട്ടല്ലല്ലോ. അയ്യടാ, ഇത്ര നല്ല പഞ്ച് ഡയലോഗേ അവിടെ പറയാതെ ഇവിടെ പറയണമെങ്കിലേ കാണുന്ന വല്ല കണ്ണുപൊട്ടണമായിരിക്കണം. അയ്യേ, ഇതൊരുമാതിരി കടയുടെ ഷട്ടറിൽ മഞ്ജു വാര്യരുടെ പടം വരച്ചു വെച്ചിരിക്കും പോലത്തെ ഒരു കോലത്തെ അടിച്ചുതളിക്കാരിയാ. അടിച്ചെളിക്കാരി കൊല്ലത്ത് തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, ഈ സ്ഥലം മേടിക്കാൻ വന്ന എമ്പുരാൻ. എമ്പുരാനോ? തമ്പുരാനല്ലേ? അതെ, ഇപ്പോ എമ്പുരാനാണ് ട്രെൻഡ്. അതുകൊണ്ട് 6-ാം തെമ്പുരാൻ.